അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ പ്രതിരോധം കടുപ്പിച്ച ആരോഗ്യ വകുപ്പ് ജനകീയ ക്യാമ്പയിനിലൂടെ രോഗവ്യാപനം തടയുകയാണ് ലക്ഷ്യം. കോഴിക്കോട് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനാ ഫലം 2 ദിവസത്തിനകം ലഭിക്കും. ഉറവിടം കണ്ടെത്തുക എന്നത് അത്ര പ്രധാനമല്ലെന്നും രോഗവ്യാപനം തടയാനാണ് ശ്രമിക്കുന്നതെന്നും കോഴിക്കോട് DMO KK രാജാറാം 24നോട് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ തവണ വർഷമാണെങ്കിൽ ആകെ 4 പേർക്ക് രോഗം ബാധിക്കുക ഒരാൾ മരിച്ചു പോയിട്ടുള്ളൂ. 4-1 വരെ ആളെ മരിച്ചിട്ടുള്ളൂ. പ്രാവശ്യം മരണനിരക്ക് കുറച്ച് കൂടുതലുണ്ട്. കോഴിക്കോട് ജില്ലയിലെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് ഈ രോഗം ഇനി വരാതിരിക്കാനുള്ള ശ്രമങ്ങളിലാണ്. അപ്പോൾ മുങ്ങിക്കുളിക്കൽ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നം. ആരും കഴിയുന്നതും വൃത്തിയായിട്ട വെള്ളത്തിൽ മുങ്ങിക്കുളിക്കേണ്ട എന്ന് തന്നെ പറയുന്നു. ഇപ്പോൾ പുഴയിൽ അമീബ വന്നിട്ട് ഒരാളെ കയറാൻ സാധ്യത കുറവാണ്. കുളങ്ങളിൽ ഏതായാലും കുളിക്കേണ്ട. സ്വിമ്മിംഗ് പൂളുകൾ തൽക്കാലം ഒന്ന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനെപ്പറ്റി ഒരു വിശദമായ പഠനം നടത്തി തീരുന്നവരെ നമ്മളൊരു ഇവിടുത്തെ ജില്ലയിലെ സ്വിമ്മിംഗ് പൂളിൽ ഒരു സാമ്പിൾ എടുത്തിട്ട് ഒരു 15 എണ്ണം ഉണ്ടെങ്കിൽ 3 എണ്ണം സാമ്പിൾ എടുത്തിട്ട് അമീബ സാന്നിധ്യം കൊണ്ട് നോക്കട്ടെ. മിഥിലാപാലാണ് വാർത്തകൾ. മിഥില, ഈ വർഷം ഇതുവരെ 41 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ 18-19 ആണെന്ന് തോന്നുന്നു ആക്റ്റീവ് കേസുകളുടെ എണ്ണം. അപ്പോൾ അത് അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതൽ ആളുകൾക്ക് വരിക എന്ന് പറയുന്നത് ഉറപ്പായും ആശങ്കയ്ക്ക് അടിസ്ഥാനമുള്ള ഒരു വാർത്ത തന്നെയാണ്. ഏത് രീതിയിൽ ജാഗ്രത പെടണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ പറഞ്ഞ കിണർ വൃത്തിയാക്കൽ അടക്കമുള്ള ക്യാമ്പയിനിലേക്ക് നമ്മൾ പോവേണ്ടത് മിഥില? ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലവിൽ സംസ്ഥാനത്തൊട്ടാകെ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ജനകീയ ക്യാമ്പയിൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ആരംഭിക്കാൻ തീരുമാനിച്ചത്. 30-31 തീയതികളിലാണ് ഇത്തരത്തിൽ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും എല്ലാം തന്നെ കിണറുകൾ ശുചിയാക്കാനുള്ള ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അത് പ്രകാരം കോഴിക്കോട് ജില്ലയിലും ആ ദിവസങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. അതിന് പുറമെയാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് താമരശ്ശേരി, തലക്കുളത്തൂർ, അതുപോലെ തന്നെ അന്നശ്ശേരി പഞ്ചായത്ത്, ഓമശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാമാണ് കോഴിക്കോട് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലവിൽ 8 പേരാണുള്ളത്. അത് 3 വയനാട് സ്വദേശികളുണ്ട്. ഒപ്പം തന്നെ 2 വയനാട് സ്വദേശികളും 3 മലപ്പുറം സ്വദേശികളുമാണുള്ളത്. ഇതര ജില്ലകളിലും സമാനമായ രീതിയിൽ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനകീയ പ്രതിരോധത്തിൻ്റെ അല്ലെങ്കിൽ ജനകീയ ക്യാമ്പയിൻ്റെ ഒരു ഗൗരവം ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്. കോഴിക്കോടിൻ്റെ ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ നിലവിൽ ഉറവിടം വ്യക്തമായിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ DMO പറഞ്ഞ ഒരു കാര്യം എന്നത് ഉറവിടം കണ്ടെത്തുക എന്നത് അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. ഈ രോഗം നിയന്ത്രിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി, അതാണ് നിലവിൽ അവർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുളത്തിൽ കുളിക്കരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇവർ വെക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കുളത്തിൽ നേരത്തെ കുളം, സ്വിമ്മിംഗ് പൂള് ഒക്കെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു നമ്മൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഉറവിട കേന്ദ്രങ്ങളായി കേട്ടിരുന്നത്. പക്ഷേ 3 മാസം പ്രായമുള്ളൊരു കുഞ്ഞ് സ്ഥിരീകരിച്ചപ്പോൾ അത് വീട്ടിലെ കിണറ്റിലെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതിയിരുന്നത് കെട്ടിക്കിടക്കുന്ന ഒഴുക്കുവെള്ളം, ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളമൊന്നും. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ കുളമൊക്കെ വരുള്ളൂ. അപ്പോൾ കിണറ്റിൽ നിന്നാണെങ്കിൽ അത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ രീതിയിലുള്ള കുറച്ചുകൂടി വിശാലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിനാവശ്യമായി വരില്ലേ ഇതില്ല? തീർച്ചയായും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജലാശയങ്ങൾ ഒട്ടാകെ ക്ലോറിനേഷൻ നടത്തണം എന്ന ഒരു തീരുമാനം ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഒരു യോഗത്തിലെടുത്തത്. അത് പ്രകാരമാണ് കിണറുകൾ ഉൾപ്പെടെ ക്ലോറിനേഷൻ നടത്തണം എന്ന നിർദ്ദേശം. അതായത് 30-31 തീയതികളിൽ ഈ 2 ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള ക്ലോറിനേഷൻ, പ്രത്യേകിച്ച് കിണർ ഉൾപ്പെടെ ജലാശയങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ക്ലോറിനേഷൻ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. അത് പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ കോഴിക്കോട് ജില്ലയിലും പുരോഗമിക്കും. നിലവിലിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് സ്വിമ്മിംഗ് പൂളുകളിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ ഈ ഒരു അമീബയുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയാൻ പ്രത്യേക പഠനം നടത്തും. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവുമായി ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പഠനം നടത്തുക. അടുത്ത ദിവസം തന്നെ ഈ പഠനത്തിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നാണ് DMO അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, മിഥിലാപാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ ആളുകളിലേക്ക് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഗുരുതര രോഗം പടരുന്നത് ആശങ്കാജനകമായ സാഹചര്യമാണ്. അത് തടയുക ഏത് രീതിയിൽ എന്നുള്ളതാണ് ആലോചന.